തുടർച്ചയായ കപ്പലപകടങ്ങളിലെ ദുരൂഹതയകറ്റണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കപ്പലപകടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കും കടലിനെ ആശ്രയിച്ചു കഴിയുന്നവർക്കും യുക്തമായ നഷ്ടപരിഹാരം നേടിത്തരുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു ആവശ്യപ്പെട്ടു. ഒരു നടപടി സ്വീകരിക്കുകയോ പാവപ്പെട്ട ജനങ്ങളുടെ തൊഴിൽ അടക്കമുള്ള സംവിധാനങ്ങൾ മുടങ്ങി അവർ പട്ടിണിയിലേക്ക് പോകുന്നു. ആ പ്രദേശത്തുള്ള ജനങ്ങൾ വിഷമായി ശ്വസിച്ചുകൊണ്ട് കുടുംബത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. അവർക്ക് മാന്യമായ നഷ്ടം കൊടുക്കണം. അവരുടെ തൊഴിലുണ്ടായിട്ടുള്ള അപാകതകൾക്ക് അവർക്ക് തൊഴിൽ ചെയ്യാൻ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് തൊഴിലുണ്ടായിട്ടുള്ള നഷ്ടത്തിന് അതിന് പരിഹാരമുണ്ടാക്കണം. പൊതുവായിട്ടുള്ള നമ്മുടെ ഈ മത്സ്യസമ്പത്ത് നശിച്ചു പോകുന്നതിനുള്ള പരിഹാരമുണ്ടാക്കണം. ഇതിനൊക്കെ തന്നെ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ നിന്നും അതാത് സംസ്ഥാനങ്ങൾ കേസ് കൊടുത്തുകൊണ്ട് ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അതിന്റെ നഷ്ടപരിഹാരം വാങ്ങുന്ന വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ 3 ദിവസത്തിനകം അവിടുത്തെ സർക്കാരുകൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട കമ്പനികൾക്കെതിരെ കേസ് കൊടുക്കുകയും മാന്യമായ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട ആളുകൾക്ക് മേടിച്ചു വാങ്ങിക്കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആദ്യം അപകടത്തിൽപ്പെട്ട കമ്പനി, ആ കമ്പനിയുടെ ഉടമകളും വിഴിഞ്ഞം തുറമുഖം നടത്തുന്ന അദാനിയുമായി വലിയൊരു ബന്ധമാണ് നിലനിൽക്കുന്നത്. അദാനി നമ്മുടെ പാർട്ണറാണ് എന്ന് VN വാസവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിൽ ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും മുമ്പിൽ പ്രഖ്യാപിച്ചതാണ്. ആ പാർട്ണർക്കെതിരെ കേരള സർക്കാർ സമരം കേസ് കൊടുക്കുവാനോ ഇവിടെ നഷ്ടപരിഹാരത്തിന് അർഹരായ മത്സ്യത്തൊഴിലാളികൾക്കും ബന്ധപ്പെട്ട ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്കും അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുവാനോ കഴിയാത്ത വിധമുള്ള ബന്ധമാണ് അദാനിയും കേരള സർക്കാരും അല്ലെങ്കിൽ പിണറായി സർക്കാരും തമ്മിലുള്ളത്. ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. കേരളത്തിലെ ജനങ്ങളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായി കേരള തീരത്തുണ്ടാകുന്ന കപ്പലപകടങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത പാലിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണകളുടെ ഭാഗമായി അഴീക്കോട് മണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ, ബ്ലോക്ക് ഭാരവാഹികളായ CA റഷീദ്, PA മനാഫ്, PA കരുണാകരൻ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് P മുഹമ്മദ്, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KU സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. PK ശ്യാംകുമാർ സ്വാഗതവും PK ചന്ദ്രബാബു നന്ദിയും പറഞ്ഞു. KK സദാനന്ദൻ, VA മുഹമ്മദ്, PS നൌഷാദ്, CA ഷഫീർ, CA ഖാലിദ്, JN വഞ്ചിപ്പുള്ളി, KR ജോസഫ്, അബ്ദുൽ കരീം പുന്നക്കൽ, ഹംസ കൊച്ചങ്ങാടി, ഗോപി വേടിയൽ, മുഹമ്മദ് താനത്ത്, CS അഹദ് എന്നിവർ നേതൃത്വം നൽകി.